പാലായിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വാഹന പ്രചാരണം തിരക്കിലാണ് LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി. അദ്ദേഹം നമുക്കിപ്പോൾ ചേരുകയാണ്. സജീവമായ ഒരു ആവേശമാണ്. എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ട് പോകുന്നു. ഇന്ന് പര്യടനം തുടങ്ങി. കരൂർ പഞ്ചായത്തിലാണ് ഈ തുടക്കത്തിലുള്ള ഈ പഞ്ചായത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ ബൃഹത്തായ പദ്ധതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. കേന്ദ്രത്തിന്റെ പദ്ധതിയും സംസ്ഥാനത്തിന്റെ പദ്ധതികളും. ഏപ്രിൽ 9-ാം തീയതിയാണ് വോട്ടിംഗ്. അന്ന് സാർ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചൊരു വൈകാരികമായ ദിവസം കൂടിയാണ്. മണി സാറിന്റെ ഓർമ്മദിനം കൂടിയാണ്. തീർച്ചയായിട്ടും ഏപ്രിൽ 9 എന്ന് പറയുന്നത് മണി സാറ് പാലായിൽ നിന്ന് വിട്ടുപിരിഞ്ഞു അന്തരിച്ച ദിവസമാണ്. പലപ്പോഴും ആളുകൾ പറയുന്ന കഴിഞ്ഞ പാലായെ അനാഥമാക്കി എന്നുള്ളതാണ്. പക്ഷേ പാലായ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കൊണ്ട് മാത്രമല്ല ജനങ്ങൾ പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ വികസനത്തിൽ ഒരു വഴികാട്ടിയായിരുന്ന പാല ഇന്ന് അനാഥമായി എന്നുള്ളതാണ്. തീർച്ചയായും അത് തിരിച്ചു പിടിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് ആളുകൾ പറയുന്നു, ജനങ്ങൾ പറയുന്നു. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതീകമായി ഒരു പ്രതിനിധിയായി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം. പാലായിൽ ഇത്തവണ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടോ? BJP ശക്തമായി തന്നെ ഉണ്ട് പ്രചാരണത്തിലൊക്കെ. എല്ലാ 5 വർഷം തോറും തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ 3 മുന്നണിയുമുണ്ട്. അപ്പോൾ അതേ മാതൃകയിൽ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിനപ്പുറം അവിടെയൊന്നും ഒരു ഇമ്പാക്റ്റ് മൂന്നാം അല്ലെങ്കിൽ NDA മുന്നണിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കും. മോദിയൊക്കെ പാലയിൽ വരുന്നുണ്ട്. അപ്പോൾ വരട്ടെ, ഏത് നേതാവ് വേണേലും വരട്ടെ, നല്ല കാര്യം. പക്ഷേ ഇവരൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ നാടിന് സംഭാവന ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? കേന്ദ്രത്തിലാണല്ലോ മുഴുവൻ പണവും. അതുകൊണ്ട് ആരും വരട്ടെ, അതിനകത്തൊരു പ്രശ്നവുമില്ല, വന്നു പോട്ടെ എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. സാർ, അപ്പോൾ LDF UDF തമ്മിലായിരിക്കും പ്രധാനമായും അത് LDF-ഉം അപ്പുറത്തെ UDF-ഉം ആയിരുന്നു. പ്രതീക്ഷ എങ്ങനെയാണ്? ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പാലായിൽ ഞാനൊരു പ്രതീകമായി ഒരു പ്രതിനിധിയായിട്ടാണ്, മറ്റൊന്നുമല്ല. പാലാ എപ്പോഴും ഒരു വഴികാട്ടിയായിട്ട് നിന്നിട്ടുണ്ട്. ഒരു വികസനത്തിൻ്റെ നമ്മുടെ ഈ നാട് ഒരു പ്രകാശം പകർന്നിട്ടുണ്ട്. ഈ നാട് ഒരു വികസനത്തിന് മാതൃകയായിട്ടുണ്ട്. പാലായിലെ ജനങ്ങൾ, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങൾ പാലായുടെ ആ പ്രകാശം കിട്ടാതെ പ്രകാശം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം മുന്നേറും എന്നുള്ളതിന് സംശയമില്ല. എന്തായാലും പാലായിൽ ത്രികോണ പോരാട്ടമില്ല. പാലായിൽ മത്സരം എന്ന് പറയുന്നത് LDF-ഉം UDF-ഉം തമ്മിലാണ്. പാലയുടെ പഴയ പ്രതാപത്തിലേക്ക് അത് LDF-നൊപ്പം പാല ഉണ്ടാകും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി ഉള്ളത്. പാലയിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.